നമസ്കാരം. വൊക്കാബ് സ്റ്റുഡിയോയുടെ LDC 2027 ഹൗസ് വൈഫ് ബാച്ചിലേക്ക് സ്വാഗതം. വീട്ടമ്മമാർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ബാച്ചിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഡെയിലി ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിൽ നമ്മളുടെ കോഴ്സ് ഇന്ന് എത്രാമത്തെ ദിവസമാണെന്നും ഇന്നത്തെ തീയതിയും അതുപോലെ തന്നെ ഇന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകളും കാണാൻ സാധിക്കും. 3 ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ടൈം ടേബിളിൽ ആദ്യം കാണുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള PDF നോട്ട്, ഷോർട്ട് നോട്ട്, സ്ലൈഡ് നോട്ട് എന്നിവ കാണാം. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്താൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാം കൂടെ കാണാൻ സാധിക്കും. ഈ PDF മെറ്റീരിയലും ക്ലാസ്സുകളും കണ്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എക്സാം കൂടെ എഴുതി കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമുക്ക് കവർ ആകുന്നതാണ്. ഇതുപോലെ 2 സബ്ജക്റ്റുകൾ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും മുകളിൽ പറഞ്ഞതുപോലെയുള്ള കണ്ടന്റുകൾ കാണാൻ സാധിക്കും. ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF നോട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു PDF നോട്ട് വായിച്ച് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ടൈം ടേബിൾ പൂർത്തീകരിച്ച് രാത്രി 9 മണിയാകുമ്പോൾ നിങ്ങളുടെ ടൈം ടേബിളിന് താഴെയായിട്ട് ഒരു എക്സാം കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ എക്സാം കൂടെ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ തന്ന എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇതുപോലെ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ടൈം ടേബിളിനനുസരിച്ച് പഠിക്കും. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ പല സബ്ജക്റ്റുകൾ മിക്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബോറടി ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ ടോപ്പിക് വൈസായിട്ടും പഠിക്കാനുണ്ടാകും, അതുപോലെ SSCRT വൈസായിട്ടും പഠിക്കാനുണ്ടാകും. ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടായിരിക്കില്ല. പകരം ആ ദിവസങ്ങൾ റിവിഷൻ ആയിട്ടായിരിക്കും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ശനിയാഴ്ച നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നൽകുന്നതാണ്. ഞായറാഴ്ച നിങ്ങൾക്ക് 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം. ഈ ഒരു ആഴ്ച നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 100 മാർക്കിന്റെ എക്സാം ഉണ്ടായിരിക്കും. കൂടാതെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആദ്യത്തെ ആഴ്ച നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിലും രണ്ടാമത്തെ ആഴ്ച ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളുടെ റിവിഷൻ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിരിക്കും. ഞായറാഴ്ച നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ നൽകുകയും തിങ്കളാഴ്ച നമ്മൾ റിവിഷൻ ഡേ ആയിട്ട് എടുക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച നിങ്ങൾ കൂടുതലും ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ചെലവഴിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾക്ക് റിവിഷൻ തരികയും തിങ്കളാഴ്ച രാത്രി ഒരു മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ 100 മാർക്കിന്റെ മോഡൽ എക്സാമും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസവും കൃത്യമായി പഠിച്ചുകൊണ്ട് എക്സാമിന് മുന്നോടിയായിട്ട് എല്ലാ ടോപ്പിക്കുകളും സിലബസ് അനുസൃതമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഡേ വൈസ് ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ടേബിളിൽ കാണുന്നത് പോലെ ഡേ വൈസ് എന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൈം ടേബിളിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഈ പഠിക്കാൻ വിട്ടുപോയ ദിവസത്തെ ടൈം ടേബിൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പഠിക്കാൻ വേണ്ടി സാധിക്കും. ടോപ്പിക് വൈസ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈം ടേബിളിൽ പല ടോപ്പിക്കുകളും മിക്സ് ആയിട്ടായിരിക്കും നൽകുന്നത്. അതായത് ഒരു ദിവസം ഹിസ്റ്ററി, ജോഗ്രഫി, മാത്സ്, കറണ്ട് അഫെയർ ഇതുപോലെ ഓരോ ദിവസവും ടൈം ടേബിൾ മിക്സ് ആയിട്ടായിരിക്കും നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ ഒരു കൃത്യമായ അറേഞ്ച്മെന്റിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ, ടോപ്പിക് വൈസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങളുടെ ടൈം ടേബിളിലുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ പല സബ്ജക്റ്റുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ കേരള ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ ഇങ്ങനെ കൃത്യമായ ഓർഡറിൽ ടോപ്പിക് വൈസായിട്ട് നമ്മൾ കണ്ടന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും.
അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ക്ലാസ്, PDF നോട്ട്, എക്സാമുകൾ, ഇങ്ങനെ എല്ലാ കണ്ടന്റുകളും കാണാൻ വേണ്ടി സാധിക്കും. എക്സാം സെക്ഷൻ, നിങ്ങൾക്ക് ടൈം ടേബിളിൽ എക്സാം സെക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഡെയിലി എക്സാം, മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ എക്സാം, വീക്ക്ലി എക്സാം, റിവിഷൻ എക്സാം, ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ എക്സാമുകൾ എഴുതി നോക്കാവുന്നതാണ്. ചാറ്റ് ഗ്രൂപ്പ്, നമ്മളുടെ ടൈം ടേബിളിൽ ചാറ്റ് ഗ്രൂപ്പ് എന്ന ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ടെലഗ്രാമിൽ കോഴ്സ് നടത്തിയപ്പോൾ എങ്ങനെയാണോ പരസ്പരം ആശയവിനിമയം, നിങ്ങളും ആശയവിനിമയം നടത്തിയത്, അതുപോലെ തന്നെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ചാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാറ്റ് ഗ്രൂപ്പിൽ എത്തുകയും നിങ്ങളുടെ എല്ലാവിധമായ സംശയങ്ങളും നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ ചോദിക്കാൻ സാധിക്കും. നമുക്കതിന് നിങ്ങളോട് കൃത്യമായിട്ട് മറുപടി നൽകാനും സാധിക്കും. ഈ ചാറ്റ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഓപ്ഷനാണ് സ്റ്റഡി പ്രോഗ്രസ് റിപ്പോർട്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ എക്സാമുകളെയും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്റ്റഡി അനലൈസ് റിപ്പോർട്ട്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം അറിയാൻ വേണ്ടി സാധിക്കും. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് വിവിധ എക്സാമുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, SSCRT ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് എക്സാം സെക്ഷനും അതുപോലെ തന്നെ SSCRT ചാപ്റ്ററുകൾ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് എന്നിങ്ങനെയുള്ള SSCRT ക്ലാസുകൾ അനുസരിച്ച് പഠിക്കാനും അതുപോലെ ടോപ്പിക് അനുസരിച്ച് SSCRT ചാപ്റ്ററുകൾ അറേഞ്ച് ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് സംവിധാനം ഉണ്ടായിരിക്കും. ഇനി കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുകൂടെ പറഞ്ഞു തരാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ വൊക്കാബ്സ്പീഡിയ എന്ന നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പരും മെയിൽ ഐഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്കും മെയിൽ ഐഡിയിലേക്കും ഒരു OTP വരുന്നതാണ്. അതുകൂടെ കൊടുത്തുകൊണ്ട് നമ്മൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഓൾ കോഴ്സ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും കാണാൻ സാധിക്കും. അതിൽ LDC എന്ന ലെവലിൽ LDC ഹൗസ് വൈഫ് ബാച്ച് എന്ന കോഴ്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. 1499 രൂപ പേയ്മെന്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണിക്കും. ബൈ നൗ എന്ന ആ ഓപ്ഷനിലൂടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും ഏത് പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന മൈ കോഴ്സ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് അവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ മൈ കോഴ്സിൽ നിന്നും LDC ഹൗസ് വൈഫ് ബാച്ചിലേക്ക് ലോഗിൻ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും, ടൈം ടേബിൾ, PDF നോട്ടുകൾ, വീഡിയോ ക്ലാസുകൾ, എക്സാമുകൾ, മോട്ടിവേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട്ടമ്മമാരുടെ സമയക്രമത്തിന് അനുയോജ്യമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വൊക്കാബ്സ്പീഡിയയുടെ ഈ ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.